ഓം ധ്യായേതാജാനുബാഹും ധൃതശരസനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലതളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദതതമുരുജടാമണ്ഡലം രാമചന്ദ്രം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ത്യക്ത്വാ സുദുസ്ഥിതസുരപ്സിതരാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠയാരിവചസാ യദഗാദരണ്യം മായാമൃഗം ദൈതയേത്സിതമന്വസാവത് വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. സീതാരാമഗുണഗ്രാമപുണ്യാരണ്യവിഹാരിണൗ വന്ദേ വിശുദ്ധവിജ്ഞാനൗ കവീശ്വരകവീശ്വരൗ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ശ്രീരാമദൂതം ശിരസാ നമാമി. ഒരു മാസത്തെ രാമായണ പാരായണ സപര്യ സമാപിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ രാമായണത്തിലുള്ള കഥാസന്ദർഭങ്ങളെ ഒന്ന് സംക്ഷിപ്തമായിട്ട് അനുസ്മരിക്കാം എന്നുദ്ദേശിക്കുകയാണ്. രാമായണം ആരംഭിക്കുന്നത് തന്നെ ബാലകാണ്ഡത്തിൽ ഉമാമഹേശ്വര സംവാദത്തോടു കൂടിയാണല്ലോ. സാക്ഷാൽ ജ്ഞാനമൂർത്തിയായ ശ്രീമഹാദേവനോട്, ശ്രീപരമേശ്വരനോട് ജ്ഞാനസ്വരൂപിണി തന്നെയായ ജഗദംബികയായ പാർവതീദേവി ശ്രീരാമചരിതം പൂർണ്ണമായിട്ടും കേൾക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴാണ് ശ്രീരാമൻ ശ്രീരാമകഥ ശ്രീമഹാദേവൻ അവിടെ അവതരിപ്പിക്കുന്നത്. അതുതന്നെയാണ് അതിൻ്റെ സവിശേഷത. രാമായണത്തിൻ്റെ ആഖ്യാന രീതിയുടെ സവിശേഷത തന്നെ ശ്രീമഹാദേവൻ ശ്രീപാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു എന്നത് തന്നെയാണ്. ബാലകാണ്ഡത്തിൽ ആദ്യം തന്നെ ഹനുമാന് തത്വോപദേശം ചെയ്യാനായിട്ട് സീതാദേവിയോട് ശ്രീരാമചന്ദ്രസ്വാമി നിർദ്ദേശിക്കുന്നതനുസരിച്ച് സീതാദേവി ശ്രീരാമ കഥകൾ മുഴുവനും ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ശ്രീരാമൻ സാക്ഷാൽ പരമാത്മാവാണ്. ആ പരമാത്മാവായ ഭഗവാൻ യാതൊന്നും ചെയ്യുന്നില്ല. ഭഗവാന്റെ തന്നെ ശക്തിയായ യോഗമായ ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടി സ്ഥിതി സംഹാരാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ഒരു ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ആ തത്വം ഉപദേശിക്കുന്നത്. ശ്രീരാമതത്വം സീതാദേവി ഹനുമാൻ ഉപദേശിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ശ്രീരാമൻ തന്നെ ഹനുമാനെ വിളിച്ച് തത്വം കുറച്ചുകൂടി വ്യക്തമായിട്ട് ഉപദേശിക്കുകയാണ്. ഞാൻ പരമാത്മാവാണ് എന്നും ഇവിടെയുള്ള സകല ജീവന്മാരും ജീവാത്മാക്കളാണെന്നുമുള്ള തത്വം ഏതു തരത്തിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പരമാത്മാവാകുന്ന ആ ചൈതന്യം സർവത്ര വ്യാപിച്ചു നിൽക്കുന്നതാണ്. പരമാത്മാവിൻ്റെ പ്രതിബിംബങ്ങളാണ് ജീവാത്മാക്കളായ നാം ഓരോരുത്തരും. ഇതാണ് മനസ്സിലാക്കി തരുന്നത്. ഇതാണ് ശ്രീരാമഹൃദയം എന്ന രഹസ്യമായ മന്ത്രം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അനേകം ജലപാത്രങ്ങളിൽ സൂര്യദേവൻ ഏതു തരത്തിലാണോ പ്രതിഫലിക്കുന്നത്, അതുപോലെ ഓരോ ജീവശരീരങ്ങളിലും ആ പരമാത്മാവായ ശ്രീരാമൻ്റെ ചൈതന്യം തന്നെ പ്രതിഫലിക്കുന്നതാണ്. നാം ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ജീവാത്മാക്കളാണ് എന്നുള്ള രീതിയിൽ ജീവിതം നയിക്കുന്നത്. ഇങ്ങനെ ശ്രീരാമ ഹൃദയം എന്ന മന്ത്രം ഉപദേശിച്ചിട്ട് പറഞ്ഞു, ഇത് വളരെ രഹസ്യമാണ് എന്ന് പറഞ്ഞാലോ സാധാരണ ആൾക്കാർക്ക് കേട്ടാലത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് രഹസ്യം എന്ന് പറഞ്ഞത്. പിന്നീട് ദശരഥ മഹാരാജാവ് സന്താനങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് ദശരഥൻ്റെ 3 പത്നിമാർക്കായിട്ട് കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർക്കായിട്ട് 4 പുത്രന്മാരുണ്ടാകുന്നു. അതാണ് അവതാരം. അവിടെയാണ് ശ്രീരാമചരിതം ആരംഭിക്കുന്നത്. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ
എന്നിങ്ങനെയാണ് ഇതിൻ്റെ ക്രമം. അങ്ങനെ അവിടെ ആ കുട്ടികൾ കൊട്ടാരത്തിൽ കഴിയുമ്പോഴാണ് വിശ്വാമിത്ര മഹർഷി അവിടെ വരുന്നത്. വിശ്വാമിത്ര മഹർഷി ഗുരുവിൻ്റെ രൂപത്തിലാണ് വരുന്നത്. കാരണം ഈ രാമ ലക്ഷ്മണ ശത്രുഘ്ന ഭരതന്മാർ അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം നേടണം. അതിനുവേണ്ടി രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷി ദശരഥൻ്റെ അനുജ്ഞയോടുകൂടി സിദ്ധാശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. സിദ്ധാശ്രമത്തിൽ നടക്കുന്നതായിട്ടുള്ള യാഗങ്ങൾക്ക് വിഘ്നം ഉണ്ടാക്കുന്ന രാക്ഷസന്മാരെ ഒക്കെ വധിക്കുന്നു. അതിൽ മാരീചൻ മാത്രം രക്ഷപ്പെടുന്നു. പിന്നീട് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ജനക മഹാരാജാവിൻ്റെ വിദേഹ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ പോകുന്ന വഴിക്ക് അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നു. അനേകം വർഷങ്ങളായിട്ട് കല്ലായിട്ട് ഇരുന്ന അഹല്യയ്ക്ക് ഭഗവാൻ തൻ്റെ പാദസ്പർശം കൊണ്ട് മോക്ഷം കൊടുക്കുന്നു. പിന്നീട് വിദേഹ രാജ്യത്ത് ചെന്ന് സ്വയംവരം നടത്തുന്നു. അവിടെ ശൈവചാപം ഭഞ്ജിച്ചിട്ടാണ് സ്വയംവരം നടക്കുന്നത്. ആ സ്വയംവരം കഴിഞ്ഞ് എല്ലാവരുമായിട്ട് ഘോഷയാത്രയായിട്ട് അയോധ്യയിലേക്ക് വരുന്ന സന്ദർഭത്തിലാണ് ഭാർഗവരാമനെ കണ്ടുമുട്ടുന്നത്. ഭാർഗവരാമനുമായിട്ട് ഏറ്റുമുട്ടി ഭാർഗവരാമൻ ശ്രീരാമൻ്റെ മഹത്വം അറിഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയും തൻ്റെ വൈഷ്ണവ ചാപം ഭഗവാന് സമർപ്പിക്കുകയും തൻ്റെ തപസ് മുഴുവൻ ശ്രീരാമേന്ദ്രസ്വാമിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് ബാലകാണ്ഡത്തിൻ്റെ അവസാനം. അയോധ്യാകാണ്ഡത്തിൽ ആദ്യമായിട്ട് നാരദ മഹർഷി വന്ന ശ്രീരാമേന്ദ്രസ്വാമിയെ രാത്രിയിൽ രഹസ്യമായിട്ട് സന്ദർശിക്കുന്നതാണ്. അതിന് കാരണമോ, ശ്രീരാമനും സീതയുമായിട്ട് 12 വർഷക്കാലം അയോധ്യയിൽ വസിക്കുമ്പോഴാണ് ദശരഥ മഹാരാജാവിന് രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം എന്ന ആഗ്രഹം വസിഷ്ഠനോട് പ്രകടിപ്പിക്കുന്നു. വസിഷ്ഠൻ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അഭിഷേകത്തിന് വേണ്ടിയുള്ള സംഭാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാത്രിയിൽ മന്ധര അവിടെ രംഗപ്രവേശം ചെയ്യുന്നു. ഈ മന്ധരയുടെ രംഗപ്രവേശമാണ് ശ്രീരാമ ചരിതലീലയുടെ ആദ്യത്തെ വഴിത്തിരിവ്. മന്ധരയുടെ രംഗപ്രവേശം കൈകേയിയെ പ്രേരിപ്പിക്കുന്നു. കൈകേയി ദശരഥനോട് പണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞതായിട്ടുള്ള 2 വരങ്ങൾ ആവശ്യപ്പെടുന്നു. ആ വരത്തിൻ്റെ ലഭ്യതയോടുകൂടി ശ്രീരാമൻ വനയാത്രയ്ക്ക് പോകണമെന്നും 14 വർഷം വനവാസം അനുഷ്ഠിക്കണമെന്നും ഭരതൻ രാജാവായിട്ടിരിക്കണമെന്നുമാണ് ദശരഥന് തീരുമാനിക്കേണ്ടി വരുന്നത്. തുടർന്ന് വനയാത്രയിൽ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ സന്ദർശിക്കുന്നത് അനേക സംഭവങ്ങളുണ്ട്. എല്ലാം ചിലത് മാത്രം എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ചിത്രകൂടത്തിൽ പ്രവേശിക്കുന്നു. ചിത്രകൂടത്തിൽ വസിക്കുമ്പോഴാണ് ഭരതൻ അയോധ്യയിൽ നിന്ന് എല്ലാവരുമായിട്ട് വന്ന് ശ്രീരാമനെ സന്ദർശിക്കുന്നു. ശ്രീരാമനെ തിരിച്ച് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ചെയ്യുന്നു. ഭരതന് ശ്രീരാമൻ തത്വം ഉപദേശിക്കുന്നു. വസിഷ്ഠനും ഭരതന് തത്വം ഉപദേശിച്ച് ശാന്തനാക്കുന്നു. ഭരതൻ ശ്രീരാമൻ്റെ പാദുകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് പോകുന്നു. ഇത്രയുമാണ് അയോധ്യാകാണ്ഡത്തിലുള്ളത്. തുടർന്ന് ആരണ്യകാണ്ഡമാണ്. ആരണ്യകാണ്ഡത്തിൽ മഹാരണ്യ പ്രവേശം, ദണ്ഡകാരണ്യത്തിലേക്ക് ശ്രീരാമനും ലക്ഷ്മണനും കോമളകുമാരന്മാരായിട്ടുള്ള ശ്രീരാമലക്ഷ്മണന്മാർ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് വാൽമീകി പറയുന്നുണ്ട്. ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ച് അനേകം ദുഷ്ടരാക്ഷസന്മാരും ക്രൂരമൃഗങ്ങളും എല്ലാം നിറഞ്ഞ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് യഥാർത്ഥത്തിൽ സംസാര ആരണ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ജീവൻ്റെ അവസ്ഥയാണ് അവിടെ വ്യംഗ്യമായിട്ട് സൂചിപ്പിക്കുന്നത്. അവിടെ ദണ്ഡകാരണ്യത്തിൽ ചെന്ന് അനേകം മഹർഷിമാരുടെ ആശ്രമങ്ങളൊക്കെ സന്ദർശിക്കുന്നു. മുനിമണ്ഡല സമാഗമം, അവിടെ അനേകം മഹർഷിമാരുടെ ആ മണ്ഡലത്തിൽ പ്രവേശിക്കുന്ന ശ്രീരാമൻ അസ്ഥികൂടങ്ങൾ കണ്ടിട്ട് അത് അനേകം മഹർഷിമാരെ രാക്ഷസന്മാർ വധിച്ചതിൻ്റെ അവശിഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ കാരുണ്യം തൻ്റെ ഉള്ളിൽ ഉദിച്ചിട്ട് ശ്രീരാമൻ അവിടെ വെച്ച് മഹർഷിമാരുടെ മുമ്പിൽ ഒരു പ്രതിജ്ഞ ചെയ്യുന്നു. രാക്ഷസന്മാരെ എല്ലാം വധിച്ച് ഈ മഹർഷിമാരുടെ അനുഷ്ഠാനങ്ങൾക്കെല്ലാം അനായാസമായിട്ട് ചെയ്യാനുള്ള ആ തടസ്സമൊക്കെ നീക്കിത്തരും എന്ന് ശ്രീരാമൻ അവിടെ പ്രതിജ്ഞ ചെയ്തു. തുടർന്ന് അഗസ്ത്യ മഹർഷിയെ സന്ദർശിക്കുന്നു.
അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് അഗസ്ത്യ മഹർഷിയുടെ അനുഗ്രഹം നേടുന്നു. അഗസ്ത്യൻ ശ്രീരാമനെ സ്തുതിക്കുന്നു. അവിടെ നിന്ന് പഞ്ചവടിയിലേക്ക് പോകുന്നു. പഞ്ചവടിയിൽ വെച്ചാണ് ശൂർപ്പണഖയുടെ ആഗമനം. ശൂർപ്പണഖയുടെ ആഗമനമാണ് ശ്രീരാമ ചരിതത്തിലെ രണ്ടാമത്തെ വഴിത്തിരിവ്. ശൂർപ്പണഖ വരുന്നതോടുകൂടി കാര്യങ്ങളൊക്കെ മാറിമറിയുന്നു. ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരെ കാമവികാരത്തോടുകൂടി സമീപിക്കുന്നു. അവസാനം അംഗവിച്ഛേദം ചെയ്ത് ശൂർപ്പണഖയെ അവിടുന്ന് അയക്കുന്നു. ശൂർപ്പണഖ ഇന്ന് രാവണനോട് സങ്കടം പറയുന്നു. രാവണൻ അവിടുന്ന് സീതാദേവിയെ ഏതു വിധേനയും അപഹരിക്കണമെന്നുള്ള തീരുമാനത്തോടുകൂടി മാരീചൻ്റെ സഹായം തേടുന്നു. മാരീചൻ ഒരു സ്വർണ്ണമാനൻ്റെ രൂപത്തിൽ പഞ്ചവടിയിൽ സീതാദേവി ഇരിക്കുന്നതിന് മുമ്പിലൂടെ ഓടുന്നു. സീതാദേവിയുടെ ആഗ്രഹപ്രകാരം ശ്രീരാമൻ മാരീചനെ നിഗ്രഹിക്കുന്നു. തുടർന്ന് രാവണൻ പ്രച്ഛന്ന വേഷധാരിയായിട്ട് ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്ന് സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ സീതാപഹരണം. തുടർന്ന് ശ്രീരാമനും ലക്ഷ്മണനുമായിട്ട് സീതാന്വേഷണത്തിൻ്റെ ഭാവത്തിൽ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ജടായുവിനെ കണ്ടുകിട്ടുന്നത്. ജടായുവിനെ ഭഗവാൻ വളരെ ആദരപൂർവം തൻ്റെ മടിയിൽ കിടത്തി അനുഗ്രഹം കൊടുക്കുന്നു. അങ്ങനെ ജടായുവിന് മോക്ഷം കൊടുക്കുന്നു. ജടായു ഭഗവാനെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ ജടായു ഗതിയാണ് ഭഗവാന്റെ സാക്ഷാൽ മനുഷ്യരൂപത്തിലാണ് ഭഗവാൻ ഇവിടെ വർത്തിക്കുന്നതെങ്കിലും ഈശ്വരീയമായ ഭാവം പ്രകടമാകുന്ന ഒരു രംഗം. ജടായുവിനെ മോക്ഷം കൊടുക്കുന്ന സന്ദർഭത്തിൽ ശ്രീരാമൻ പറയുന്നു, അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ, വിഷ്ണുപദത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് അനുവാദം കൊടുക്കുകയാണ്. സാധാരണ രീതിയിൽ മനുഷ്യർക്ക് അനേകം അനുഷ്ഠാനങ്ങൾ ചെയ്ത് സാധനങ്ങൾ അനുഷ്ഠിച്ചിട്ട് മാത്രം പ്രാപിക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷിശ്രേഷ്ഠനായ ജടായുവിന് ഭഗവാൻ ഒരു പ്രത്യേക പരിഗണനയോടുകൂടി മോക്ഷം കൊടുക്കുന്നു എന്നുള്ളതാണ് ആ സന്ദർഭത്തിൻ്റെ സവിശേഷത. അവിടെ നിന്ന് വീണ്ടും അവരെ വനത്തിലൂടെ രാമലക്ഷ്മണന്മാർ സഞ്ചരിച്ച് ശബരി ആശ്രമത്തിൽ ചെല്ലുന്നു. ശബരി വളരെ ദീർഘകാലമായിട്ട് ശ്രീരാമനെ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുകയാണ് മതങ്കാശ്രമത്തിൽ. ശബരിക്ക് തത്വോപദേശം നൽകി ശബരിക്ക് ഭഗവാൻ മോക്ഷം കൊടുക്കുന്നു. കിഷ്കിന്ധാകാണ്ഡത്തിൽ ഹനുമത് സംഗമമാണ് ഏറ്റവും ദിവ്യമായ മുഹൂർത്തം. ശ്രീരാമനും ലക്ഷ്മണനുമായിട്ട് സഞ്ചരിക്കുമ്പോഴാണ് ഒരു വടുവിൻ്റെ രൂപത്തിൽ ഹനുമാൻ അവിടെ വരുന്നത്. ഹനുമാനുമായിട്ട് സംഭാഷണം നടത്തി ഹനുമാൻ രാമലക്ഷ്മണന്മാരെ സുഗ്രീവൻ്റെ സമീപത്തേക്ക് കൊണ്ടുചെല്ലുന്നു. സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നു. സുഗ്രീവ സഖ്യത്തിൻ്റെ ഫലമായിട്ട് ഭഗവാൻ ബാലിയെ വധിക്കുന്നു. അങ്ങനെ ബാലിവധവും കഴിഞ്ഞ് വീണ്ടും സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് വാനരന്മാരുടെ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി നടത്താമെന്ന് സുഗ്രീവൻ ശ്രീരാമനോട് സഖ്യം ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു. സീതാന്വേഷണത്തിൽ ആരംഭിക്കുന്നു. അങ്ങനെ അനേകം സ്ഥലങ്ങളിൽ നിന്ന വാനരന്മാരുടെ സംഘം 4 ദിക്കിലേക്കുമായിട്ട് സീതാന്വേഷണത്തിനായിട്ട് പുറപ്പെടുന്നു. അതിൽ ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന സംഘത്തിൽ ജാമ്പവാനും അംഗദനും ഹനുമാനും എല്ലാം ഉണ്ട്. ഹനുമാനാണ് അതിലെ പ്രധാന വ്യക്തി. അവർ സ്വയംപ്രഭയുടെ ഗുഹയിൽ ചെന്നുവിട്ട് സ്വയംപ്രഭയുടെ ആതിഥ്യം സ്വീകരിക്കുന്നു. തുടർന്ന് സ്വയംപ്രഭ ശ്രീരാമേന്ദ്രസ്വാമിയെ സന്ദർശിച്ച് സ്തുതിച്ച് മോക്ഷം പ്രാപിക്കുന്നു. ഇതാണ് കിഷ്കിന്ധാകാണ്ഡത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. അടുത്തത് സുന്ദരകാന്ഡമാണ്. സുന്ദരകാന്ഡം സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ഏറ്റവും സുന്ദരമായ കാണ്ഡമാണ്. സുന്ദരം എന്ന പദത്തിന് അനേകം അർത്ഥങ്ങൾ ആചാര്യന്മാർ പറയാറുണ്ടെങ്കിലും നഷ്ടാർത്ഥസ്യ പുനർലബ്ധ സുന്ദര പരികീർത്തിത എന്നാണ് സുന്ദര എന്ന ശബ്ദത്തിനുള്ള ഒരു നിർവചനം സാധാരണ പറയുന്നത്. നഷ്ടപ്പെട്ട ഒരു വസ്തു അത് വീണ്ടും കിട്ടിയ അവസ്ഥയാണ് സുന്ദരകാന്ഡത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. ഇവിടെ നഷ്ടപ്പെട്ടത് സീതയാണ്. യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടതല്ലെങ്കിലും സീതയെ നഷ്ടപ്പെട്ടതുപോലെ ശ്രീരാമന് തോന്നിയതായിട്ട് അഭിനയിക്കുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുത്ത് കൊടുക്കുന്നത് ഹനുമാൻ്റെ ദൗത്യ വിജയമാണ്.
ശ്രീരാമസ്വാമിക്ക് വേണ്ടി ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഹനുമാൻ തൻ്റെ ജീവിതം തന്നെ അർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഹനുമാൻ ആ സമുദ്രം കടന്ന് ലങ്കയിൽ ചെന്ന് സീതാദേവിയെ സന്ദർശിച്ച് ശ്രീരാമചന്ദ്രസ്വാമി കൊടുത്തയച്ചതായിട്ടുള്ള ആ മുദ്രമോതിരവും അടയാളവാക്കും സീതയ്ക്ക് സമർപ്പിച്ചു. സീതയിൽ നിന്ന് ചൂടാരത്നവും അടയാളവാക്യവും ഇവിടെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ശ്രീരാമസ്വാമിക്കും സമർപ്പിക്കുന്നു. അതിനിടയ്ക്ക് ലങ്കയിൽ സീതാ സന്ദർശനത്തിനോടൊപ്പം തന്നെ രാവണൻ്റെ ഉപവനം തകർക്കുന്നത്, ലങ്കാമർദ്ദനം. തുടർന്ന് രാവണൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്ന ഹനുമാൻ രാവണന് ഹിതോപദേശം ചെയ്യുന്നു. അതിനെ തുടർന്ന് രാവണൻ കൊടുത്ത ശിക്ഷ ഹനുമാൻ്റെ വാലിൽ അഗ്നി കൊളുത്തുക എന്നുള്ളത് അത് ഒരു ഉപായമായിട്ട് എടുത്തുകൊണ്ട് ഹനുമാൻ ലങ്ക മുഴുവൻ ദഹിപ്പിക്കുന്നു. അങ്ങനെയാണ് ലങ്കാദഹനം. തുടർന്ന് സീതാദേവിയെ ഒരിക്കൽ കൂടി സന്ദർശിച്ചതിന് ശേഷം ഹനുമാൻ തിരികെ ശ്രീരാമ സന്നിധിയിൽ എത്തുന്നു. അങ്ങനെ ഹനുമാൻ്റെ പ്രത്യാഗമനമാണ് ഏറ്റവും പ്രധാനമായ ഒരു സന്ദർഭമായിട്ട് സുന്ദരകാന്ഡത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടർന്ന് യുദ്ധകാന്ഡം ആരംഭിക്കുമ്പോൾ തന്നെ ലങ്കയെ പറ്റിയുള്ള വിവരണം, ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം ലങ്കാ വിവരണം ഹനുമാൻ അവതരിപ്പിക്കുന്നു. അവരങ്ങനെ യുദ്ധത്തിന് തയ്യാറായി തമ്പടിച്ചിരിക്കുമ്പോഴാണ് അവിടെ വിഭീഷണൻ്റെ ശരണാഗതി. വിഭീഷണൻ്റെ ശരണാഗതി ശ്രീരാമസ്വാമിയുടെ ഈശ്വരീയമായ പ്രഭാവത്തിൻ്റെ ഒരു പ്രകടനമാണ്. അതാണ് അതിലെ വിശേഷം. കാരണം വിഭീഷണൻ രാവണ സഹോദരനാണ്, രാക്ഷസനാണ്, 4 ആമാത്യന്മാരുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും വിഭീഷണനെ നമ്മുടെ കൂട്ടത്തിൽ സ്വീകരിക്കരുത് എന്ന് സുഗ്രീവനും ജാമ്പുവനും അംഗദനും മറ്റു വാനരന്മാരെല്ലാം പറഞ്ഞപ്പോൾ ഹനുമാൻ മാത്രമാണ് അതിന് വ്യത്യസ്തമായിട്ട് പറഞ്ഞത്. വിഭീഷണൻ രാക്ഷസനാണെങ്കിലും ഭഗവത് ഭക്തനാണ് എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമസ്വാമി വിഭീഷണന് ശരണം കൊടുക്കുന്നതാണ് ഭഗവാന്റെ ഈശ്വരീയമായ പ്രഭാവത്തിൻ്റെ ഒരു രംഗം. അവിടെ പറയുന്നു, സഹൃദേവ പ്രപന്നായ തവാസ്മീചിതവാദിനെ അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതദ് വ്രതം മമ. ഇതാണ് ശ്രീരാമൻ അവരോട് പറയുന്നത്, ഒരു പ്രതിജ്ഞയുടെ രൂപത്തിൽ പറയുന്നത്. വാൽമീകി രാമായണത്തിനാണുള്ളത്. സഹൃദേവ പ്രപന്നായ, പ്രപന്ന എന്ന് പറഞ്ഞാൽ ശരണാഗതി. സഹൃദേവ, ഒരിക്കൽ മാത്രമായാലും ശരി എന്നെ ശരണാഗതി പ്രാപിക്കുന്നവനെ, തവാസ്മി നിജവാദിനെ, ഞാൻ അങ്ങയുടേതാണ്, അങ്ങയുടെ ദാസനാണ് എന്ന ഭാവത്തിൽ ആരാണോ എന്നെ ശരണം പ്രാപിക്കുന്നത് ആ ഭക്തനെ ഞാൻ തീർച്ചയായിട്ടും അഭയം നൽകി സംരക്ഷിക്കും. അഭയം സർവഭൂതേഭ്യ ദദാമി ഏതത് വ്രതം മമ. ഇതെൻ്റെ ഒരു വ്രതനിഷ്ഠയാണെന്നാണ് ശ്രീരാമൻ്റെ ആ ഒരു സത്യനിഷ്ഠ. അവതാരസ്വരൂപിയായ സാക്ഷാൽ സർവേശ്വരനായ ഭഗവാന്റെ ഭാവത്തിൽ ശ്രീരാമൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്, വിളംബരം ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഇനിയിപ്പോൾ സമുദ്രതരണത്തിന് വേണ്ടിയിട്ട് സേതുബന്ധനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. അതിന് സേതുബന്ധനം നടത്താനായിട്ട് സമുദ്രത്തോട്, വരുണനോട് ശ്രീരാമൻ പ്രാർത്ഥിക്കുന്നു. 3 ദിവസം അഹോരാത്രം ഉപാസന ചെയ്തതിന് ശേഷമാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ വരുണൻ വരുന്നില്ല. അപ്പോഴാണ് ശ്രീരാമൻ തൻ്റെ ആ ഈശ്വരീയമായ ഭാവം വീണ്ടും പ്രകടമാക്കുന്നത്. ശ്രീരാമൻ പറഞ്ഞു, ഞാനിപ്പോൾ ഈ ലോകത്തെയും ലോകപാലന്മാരെയും സംരക്ഷിക്കാൻ ശക്തിയുള്ളവനാണ്. എനിക്ക് വേണമെങ്കിൽ സമുദ്രത്തെ മുഴുവൻ, ജലത്തെ മുഴുവൻ വറ്റിച്ച് ഭസ്മമാക്കി കളയാം എന്ന് പറയുമ്പോൾ വരുണൻ അവിടെ വന്ന് ക്ഷമാപണം ചെയ്യുന്നു. വരുണൻ പറഞ്ഞു, എന്നെ സൃഷ്ടിച്ചത് തന്നെ തമോ ഗുണത്തിൽ നിന്നായതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിക്കാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞ് വരുണൻ ക്ഷമാപണം ചെയ്യുന്നു. അങ്ങനെ സേതുബന്ധനത്തിനുള്ള ഒരുക്കങ്ങളായി. ആ സേതുബന്ധനം ചെയ്ത് ലങ്കയിൽ പ്രവേശിച്ച് യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധത്തിൽ അനേകം രാക്ഷസന്മാരെ വധിക്കുന്നു. അവസാനം കുംഭകർണ വധം കഴിഞ്ഞപ്പോഴാണ് ശ്രീനാരദ മഹർഷി വന്ന് സ്തുതിക്കുന്നു. ഭഗവാൻ ഇനി ചെയ്യാൻ പോകുന്ന ആ അവതാര ലീലകളെയൊക്കെ
നാരദ മഹർഷി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ഇന്ദ്രജിത്ത് യുദ്ധത്തിന് വരുന്നു. ആദ്യം ഇന്ദ്രജിത്ത് ജയിക്കുന്നു, നാഗാസ്ത്രം കൊണ്ട് എല്ലാവരെയും മോഹിതരാക്കിയിട്ട്. ആ സമയത്ത് ദിവ്യൌഷധത്തിനായിട്ട് ജാമ്പവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ ദിവ്യൌഷധം കൊണ്ടുവരുന്നു. ഔഷധാനയനം, അതിനെ തുടർന്ന് എല്ലാവരും ജയിച്ച് എഴുന്നേൽക്കുന്നു. തുടർന്നുള്ള യുദ്ധത്തിൽ മേഘനാഥവധം, തുടർന്ന് രാവണൻ തന്നെ യുദ്ധത്തിന് വരുന്നു. രാവണനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ രാവണൻ ആദ്യം പരാജയപ്പെട്ടു എങ്കിലും വീണ്ടും ശക്തി ആർജിച്ച് ഹോമങ്ങളും ദിവ്യപൂജകളും ഒക്കെ നടത്തി ശക്തി ആർജിച്ച് വരുന്നു. അപ്പോൾ ശ്രീരാമൻ രാവണനുമായിട്ട് ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ അഗസ്ത്യ മഹർഷി അവിടെ വരുന്നു. അഗസ്ത്യ മഹർഷി ആദിത്യസ്തുതിയും ആദിത്യഹൃദയ മന്ത്രവും ശ്രീരാമന് ഉപദേശിച്ചു കൊടുക്കുന്നു. ആ ആദിത്യ ഹൃദയ മന്ത്രത്തിൻ്റെ ശക്തിയോടുകൂടി, അഗസ്ത്യൻ്റെ അനുഗ്രഹത്തോടുകൂടി ശ്രീരാമൻ രാവണനെ വധിക്കുന്നു. തുടർന്ന് സീതാ സ്വീകാരം, സീതയെ സ്വീകരിക്കുന്നു. വിഭീഷണനെ അയോധ്യയിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതിന് ശേഷം, വിഭീഷണനെ ലങ്കയിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതിന് ശേഷം തിരിച്ച് അയോധ്യയിലേക്ക് യാത്രയാകുന്നു. അങ്ങനെ അയോധ്യയിൽ വന്ന പട്ടാഭിഷേകം, ശ്രീരാമ പട്ടാഭിഷേകം നിർവഹിക്കുന്നു. ഇത്രയുമാണ് രാമായണത്തിലെ കഥാഭാഗങ്ങൾ ഏകദേശമായിട്ടൊന്ന് ഓട്ടപ്രദർശനം പോലെ സൂചിപ്പിച്ച് വിട്ടത്. ഇതൊക്കെ ഈ ഒരു മാസക്കാലം രാമായണം നിരന്തരമായിട്ട് വായിച്ചു കൊണ്ടിരുന്ന നമുക്കൊക്കെ, വായിക്കുകയും മറ്റുള്ളവർ വായിക്കുന്നത് കേൾക്കുകയും ചെയ്തവർക്കെല്ലാം മനസ്സിൽ ഈ കഥാഭാഗങ്ങളൊക്കെ ഓർമ്മയിൽ വരും. കഥാഭാഗങ്ങൾ ഓർമ്മയിൽ വരുന്നതോടുകൂടി നമുക്കെല്ലാം അതിലെ തത്വങ്ങൾ, അതിലെ വിശിഷ്ടമായ ചില ആശയങ്ങളൊക്കെ സ്മരണപഥത്തിൽ വരും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംക്ഷിപ്ത രൂപത്തിൽ പറഞ്ഞത്. ശ്രീരാമനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമായണ പാരായണ സപര്യ അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തിത്വമുണ്ട്. ഒന്ന് ശ്രീരാമചന്ദ്രസ്വാമി, രണ്ട് ഹനുമാൻ. ഭക്തിയുടെയും ധർമ്മനിഷ്ഠയുടെയും ദാസ്യഭാവത്തിൻ്റെയും സേവനഭാവത്തിൻ്റെയും എല്ലാം പ്രതീകമായ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഹനുമാൻ. അതിൽ ശ്രീരാമനെ അവതരിപ്പിക്കുന്നത് രാമായണത്തിൽ 3 തലത്തിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അതിഭൂതം എന്ന തലത്തിൽ, ഭൗതിക തലത്തിൽ ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാണ്, ആദികവിയുടെ ആദർശ പുരുഷനാണ്, സത്യനിഷ്ഠയും ധർമ്മനിഷ്ഠയും എല്ലാം വ്രതമായിട്ടെടുത്തിട്ടുള്ള ത്യാഗസമ്പന്നനായ ഒരു വ്യക്തിയായിട്ടാണ്, പ്രൗഢമായ ഒരു പുരുഷ രൂപമായിട്ടാണ് ശ്രീരാമനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഭൗതിക തലത്തിൽ ശ്രീരാമൻ ഏറ്റവും ഉത്തമനായ പുരുഷൻ്റെ പ്രതീകമാണ്. ശ്രീരാമനെ വാൽമീകി വർണ്ണിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് അനുസ്മരിച്ചിട്ടുള്ളതാണ്. ശ്രീരാമസ്വാമി ഗൃഹത്തിൽ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോഴാണ് ദശരഥ മഹാരാജാവ് ശ്രീരാമനെ അങ്ങോട്ട് വിളിപ്പിക്കുന്നത്. അപ്പോൾ ശ്രീരാമൻ രാവിലെ സ്നാനത്തിന് തയ്യാറെടുത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് അപ്പോൾ ശ്രീരാമൻ ദശരഥൻ്റെ സമീപത്തേക്ക് വരുന്നതായ രംഗം. അതാണ് വാൽമീകി അതിഗംഭീരമായിട്ട് വർണ്ണിക്കുന്നത്. ഗന്ധർവരാജപ്രതിമം ലോകേ വിഖ്യാത പൗരുഷം ദീർഘബാഹും മഹാസത്വം മത്തമാതംഗകാമിനം ചന്ദ്രകാന്താനനം രാമം അപൂർവപ്രിയദർശനം രൂപൗദാര്യ ഗുണൈ പുംസാം ദൃഷ്ടിചിത്താപഹാരിണം. ഗന്ധർവരാജപ്രതിമം, ഗന്ധർവരാജന് തുല്യമാണെന്നാണ്. പുരുഷ സൗന്ദര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണം ഗന്ധർവന്മാരാണ്. അതിൽ ഗന്ധർവരാജനായ ചിത്രരഥൻ്റെ സൗന്ദര്യം വേണമെങ്കിൽ ശ്രീരാമൻ്റെ സൗന്ദര്യവുമായിട്ട് ഉപമിക്കാം എന്നാണ് വാൽമീകിയുടെ ഭാവം. ലോകേ വിഖ്യാത പൗരുഷം, ലോകം മുഴുവൻ പ്രശസ്തമായ വിഖ്യാതമായ ആ പുരുഷ സൗന്ദര്യമാണ്. യോഷിൽസു ലളിതാദേവി പുരുഷേഷിച്ച രാഘവ എന്ന് ഒരു ശാസ്ത്രം പറയും. അതായത് സ്ത്രീ സൗന്ദര്യത്തിൽ ദേവതാ സങ്കല്പങ്ങളിൽ
ലളിതാംബികാദേവിയാണ് അതിൻ്റെ ഉത്തമമായ ഉദാഹരണം. പുരുഷ സൗന്ദര്യത്തിൽ ശ്രീരാമനും ആണെന്നാണ്. അതാണ് യോഷിൽസ് ലളിതാദേവി പുരുഷേഷുജ രാഘവ എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള പുരുഷ സൗന്ദര്യത്തിൻ്റെ ഉത്തമോദാഹരണമായ ശ്രീരാമൻ ലോകേ വിഖ്യാത പൗരുഷം ദീർഘബാഹും ആജാനുബാഹുവാണ് എന്ന് പറഞ്ഞു. മഹാസത്വം, നല്ല പ്രൗഢഗംഭീരമായ രൂപം, മത്തമാതംഗഗാമിനം, നടക്കുന്നത് കണ്ടാൽ മതയാനയുടെ നടപ്പ് പോലെ എന്നാണ്. അത് നടപ്പിൻ്റെ ഒരു സൗന്ദര്യം വർണ്ണിക്കാൻ വേണ്ടി പറയുകയാണ്. മത്തമാതംഗഗാമിനം. അതുകൊണ്ടാണ് ത്യാഗരാജസ്വാമികൾ ശ്രീരാമനെ സ്തുതിക്കുന്ന കീർത്തനത്തിൽ സാമജവരഗമന എന്നൊരു കീർത്തനമുണ്ടല്ലോ. സാമജവര എന്ന് പറഞ്ഞാൽ ആനയാണ്, ഏറ്റവും ഗംഭീരമായ മതയാനയുടെ രൂപമാണ് വർണ്ണിക്കുന്നത്. ചന്ദ്രകാന്താനനം രാമം, ശ്രീരാമൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ ചന്ദ്രകാന്തക്കല്ല് ഉരുകി വരുമ്പോഴുള്ള അമൃതസ്വരൂപമായ പ്രവാഹത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അപൂർവ പ്രിയദർശനം, ആ ശ്രീരാമനെ ദർശിക്കുക എന്നുള്ളത് വളരെ വിരളമായിട്ട് സാധിക്കാറുള്ളൂ. മഹാഭാഗ്യം, അത്യന്തം സുഹൃതം ചെയ്തവർക്ക് സാധിക്കുള്ളൂ എന്നാണ്. രൂപ ഔദാര്യ ഗുണൈ പുംസാം, രൂപഗുണം കൊണ്ടും ഔദാര്യാദി വിശിഷ്ട ഗുണങ്ങൾ കൊണ്ടും പുംസാം മനുഷ്യർക്ക് ദൃഷ്ടിചിത്താപഹാരണം, ദൃഷ്ടിയെയും ചിത്തത്തെയും അപഹരിക്കുന്നതാണ് ശ്രീരാമസ്വാമിയുടെ രൂപം എന്നാണ്. ആ ശ്രീരാമൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവത്തെ വാൽമീകി ഈ തരത്തിലാണ് അവതരിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ശ്രീരാമൻ ദശരഥ മഹാരാജാവിൻ്റെ സമീപത്തേക്ക് അയോധ്യയിലെ ആ മാർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ ശ്രീരാമൻ നടന്നു പോകുന്ന വഴിയുടെ രണ്ട് വശത്തുമായിട്ട് അയോധ്യാനിവാസികൾ ശ്രീരാമനെ ഒന്ന് ദർശിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ തിക്കിത്തിരക്കി ആൾക്കാർ നിൽക്കുന്ന കൂട്ടത്തിൽ അന്ധന്മാരായ ചിലരും കൂടെ നിൽക്കുന്നു എന്നാണ്. കണ്ണ് കാണാൻ മേലാത്തവർ നിൽക്കുന്നു. അവരെ നോക്കിയിട്ട് മറ്റുള്ളവർ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ തിക്കിത്തിരക്കി നിൽക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് ശ്രീരാമനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ശ്രീരാമസ്വാമി ഇതിലെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ ഒന്ന് നോക്കുമല്ലോ, ഒന്ന് കടാക്ഷിക്കുമല്ലോ, അത് മതി ഞങ്ങളുടെ ജന്മസാഫല്യത്തിന് എന്നാണ് അവർ പറയുന്നത്. അതിന് കാരണം എന്താണ്? യച്ച രാമം ന പശ്യേത്തു യം ച രാമോ ന പശ്യതി നിന്ദിത സർവലോകേഷു സ്വാത്മാപ്യേനം വിഗർഹതേ. ഇതാണ് വാൽമീകി പറയുന്നത്. യഹ ച രാമം ന പശ്യേത്, യാതൊരാളാണോ രാമനെ കാണാത്തത്, ദർശിക്കാത്തത്, യം ച രാമോ ന പശ്യതി, ആരെയാണോ രാമൻ ഒരിക്കലെങ്കിലും നോക്കാത്തത്, രാമൻ്റെ കടാക്ഷത്തിന് വിധേയമാകാത്ത വ്യക്തി. നിന്ദിത സർവലോകേഷു എന്നാണ്, ലോകത്ത് മുഴുവൻ നിന്ദിക്കപ്പെടുന്നവരാണ്. സ്വാത്മാപ്യാനം വിഹൃത, സ്വയം ആത്മനിന്ദയ്ക്ക് പോലും അവർ പാത്രമാകുന്നു എന്നാണ്. ഇതാണ് ശ്രീരാമൻ്റെ സൗന്ദര്യത്തിൻ്റെ, ശ്രീരാമൻ്റെ രൂപസൗന്ദര്യവും പ്രൗഢഗംഭീരമായ വ്യക്തിത്വത്തിൻ്റെയും സവിശേഷത എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീരാമനെ നേരിട്ട് കാണാൻ നമുക്കിപ്പോൾ എങ്ങനെയാണ് സാധിക്കുന്നത്? അതിസുന്ദരമായ വാങ്മയ ചിത്രങ്ങൾ അനേക സന്ദർഭങ്ങളിൽ എഴുത്തച്ഛനും വാൽമീകിയും അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹം. ആ വാങ്മയ ചിത്രമാകുന്ന കാവ്യം ഒന്ന് വായിച്ചാൽ, മനസ്സിരുത്തി വായിച്ചാൽ, ഭാവന ചെയ്താൽ നമുക്ക് ശ്രീരാമനെ ഹൃദയത്തിൽ കാണാൻ സാധിക്കും. സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരമിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിതമിന്ദിരാവന്ദിരോദസ്ഥലം ഇന്ദ്രാവരജമിന്ദീവരലോചനം ദുർവാദള നിവശ്യാമളം കോമളം പൂർവജം നീലനളിനദലേക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാഭപ്രസന്നവക്ത്രാംബുജം. ഭരതൻ ചിത്രകൂടാചലത്തിൽ ചെന്നപ്പോൾ ശ്രീരാമനെ ദർശിച്ച രംഗം അവിടെ വാൽമീകി എഴുത്തച്ഛൻ വർണ്ണിക്കുകയാണ്. സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരം ഇന്ദ്രാദിവൃന്ദാരകവൃന്ദവന്ദിതം ഇന്ദിരാവന്ദിതോരസ്ഥലം ഇന്ദ്രാവരജമിന്ദീവരലോചനം ദുർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദലേക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാഭപ്രസന്നവക്ത്രാംബുജം. ഇങ്ങനെയാണ്
അവിടെ എഴുത്തച്ഛൻ കൊടുത്തിരിക്കുന്ന വർണ്ണന, ആ വാങ്മയ ചിത്രം ഒന്ന് ശ്രദ്ധയോടുകൂടി നമുക്ക് ഭാവനയോടുകൂടി വായിച്ചാൽ നമുക്ക് ശ്രീരാമനെ ദർശിക്കാൻ സാധിക്കും. പിന്നീട് ശ്രീരാമൻ്റെ പെരുമാറ്റത്തിലുള്ള ചില പ്രത്യേകതകൾ: മൃദുഭാഷിത്വം, സ്മിതഭാഷിത്വം, അമൃതഭാഷിത്വം. കാരണം ഭാഷണം എന്നത്, നാം പറയുന്ന വാക്ക് എന്നത്, അത് ആരോട് പറയുന്നുവോ ആ ആളിന് ആനന്ദം നൽകുന്നതായിരിക്കണം, ആ ആളിന് മനസ്സിന് ശാന്തി ഉണ്ടാക്കുന്നതായിരിക്കണം എന്ന് വളരെ നിർബന്ധമാണ്. ഒരു വാക്ക് നമ്മൾ ഉച്ചരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ ഒക്കില്ല. ആ വാക്ക് മറ്റുള്ളവരിൽ, അത് കേൾക്കുന്നവരിൽ ഉണ്ടാക്കുന്ന ആഘാതം അത് നമുക്ക് പിന്നീട് പരിഹരിക്കാൻ സാധ്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോ വാക്കും ഉച്ചരിക്കാൻ. അതാണ് ശ്രീരാമൻ കാണിച്ചു തരുന്നത്. മൃദുഭാഷിത്വം, സ്മിതഭാഷിത്വം. ഇങ്ങോട്ട് കോപത്തോടു കൂടി പറഞ്ഞാലും അങ്ങോട്ട് പുഞ്ചിരിയോടുകൂടി മറുപടി പറയുക. അമൃതഭാഷിത്വം, അമൃതസ്വരൂപമായ വാക്കുകൾ വേണം ഉച്ചരിക്കാൻ എന്നർത്ഥം. കാരണം എന്താണ്? ജിഹ്വാഗ്രേ വർത്തതേ ലക്ഷ്മി, ജിഹ്വാഗ്രേ വർത്തതേ സുഖം, ജിഹ്വാഗ്രേ വർത്തതേ മിത്രം, ജിഹ്വാഗ്രേ ശത്രുയേവച. നമ്മുടെ നാവിൻ്റെ അറ്റത്താണ് ഐശ്വര്യലക്ഷ്മി ഇരിക്കുന്നത്. നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് ഐശ്വര്യം നേടാൻ സാധിക്കുന്നതാണ്. വാക്കുകൊണ്ട് സുഖം നേടാൻ സാധിക്കും. ജിഹ്വാഗ്രേ വർത്തതേ സുഖം, ജിഹ്വാഗ്രേ വർത്തതേ മിത്രം. നമ്മൾ ഒരാളെ മിത്രമായിട്ട് എടുക്കുന്നത് വാക്കിൻ്റെ സൗന്ദര്യം കൊണ്ടാണ്, ശക്തി കൊണ്ടാണെന്നാണ്. അതുപോലെ തന്നെ നാം ഉച്ചരിക്കുന്ന വാക്ക് മറ്റുള്ളവരെ ശത്രുവാക്കാനും കാരണമായി തീരാം. ജിഹ്വാഗ്രേ വർത്തതേ സുഖം, ജിഹ്വാഗ്രേ വർത്തതേ മിത്രം, ജിഹ്വാഗ്രേ ശത്രുയേവച. അത് ശ്രീരാമൻ വളരെ നിഷ്ഠയോടുകൂടി പാലിച്ച ആളാണ്. രാമായണത്തിലെ അനേക സന്ദർഭങ്ങളിൽ ചിലത് നോക്കിയാൽ അറിയാം. സീതാസ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് വരുന്ന സന്ദർഭത്തിലാണല്ലോ പരശുരാമൻ ഭാർഗവരാമനെ ഏറ്റുമുട്ടുന്നത്. ഭാർഗവരാമൻ അവിടെ നിന്നുകൊണ്ട് അവരുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്താണ് പറയുന്നത്? ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ, മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ, നില്ലരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ, അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട് എന്ന് പറഞ്ഞ് ആ ഘോഷയാത്രയിൽ ശ്രീരാമചന്ദ്രസ്വാമിയുണ്ട്, സീതാദേവിയുണ്ട്, ദശരഥനുണ്ട്, ജനക മഹാരാജാവുണ്ട്, വസിഷ്ഠ മഹർഷിയുണ്ട്, മഹാത്മാക്കളുടെ ഒരു വൃന്ദം തന്നെയുള്ള അതിൻ്റെ മുമ്പിലാണ് ഈ തരത്തിൽ ആക്രോശിക്കുന്നത് പരശുരാമൻ. അപ്പോൾ എല്ലാവരും ഭയന്ന് വിറച്ചു. ക്ഷോണിയും ഭാരമെന്ന് വിറച്ചു ഗിരികളും എന്നൊക്കെയാണ് അവിടെ വർണ്ണിക്കുന്നത്. എല്ലാവരും എന്തു ചെയ്യണമെന്നറിയാൻ മേലാതെ നിൽക്കുമ്പോഴാണ് ശ്രീരാമൻ പരശുരാമൻ്റെ മുമ്പിൽ ചെന്നിട്ട് വളരെ സൗമ്യമായിട്ട് പറഞ്ഞു. അതാണ് മൃദുഭാഷിത്വത്തിൻ്റെ, സ്മിതഭാഷിത്വത്തിൻ്റെ ഉദാഹരണം. ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ, ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോനിധേ, സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു. ഈ ഏതാനും വാക്കുകൾ കൊണ്ട് തന്നെ പരശുരാമൻ ശാന്തനായി. തുടർന്നും ശ്രീരാമൻ പറയുന്നു, ഞാനൊരു ബാലനാണ്, യുദ്ധത്തിൽ എനിക്ക് വൈദഗ്ധ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ക്ഷമാപണ സ്വരത്തിൽ പറയുമ്പോൾ പരശുരാമന് ശ്രീരാമൻ്റെ മഹത്വം മനസ്സിലാക്കി ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു. ആ വൈഷ്ണവ ജാപം ഭഗവാന് സമർപ്പിച്ചു. തൻ്റെ തപശക്തി മുഴുവൻ ശ്രീരാമേന്ദ്രസ്വാമിക്ക് നമസ്കരിച്ചിട്ട് തപസ്സിനായിട്ട് പോകുന്നതായിട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ വാക്കിൻ്റെ ശക്തിയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മണൻ്റെ കാര്യം, ലക്ഷ്മണ സാന്ത്വനം വളരെ പ്രസിദ്ധമാണ്. ക്രോധതാമ്രാക്ഷനായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ രാജ്യാഭിഷേകത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാവരെയും വധിച്ചിട്ടാണെങ്കിലും ഞാൻ അഭിഷേകം നടത്തും എന്ന് പറഞ്ഞ് ക്രോധത്തോടു കൂടി നിൽക്കുന്ന ഗുരുവിനെ വധിക്കും. അതുപോലെയുള്ള മറ്റ് പരിപന്ധികളെയെല്ലാം വധിക്കും. അച്ഛനെ ജയിലിലടയ്ക്കും. എന്നിട്ടാണെങ്കിലും ഞാൻ ഈ രാജ്യാഭിഷേകം നടത്തും എന്ന് പറയുന്ന ലക്ഷ്മണനെ എങ്ങനെയാണ് സാന്ത്വനപ്പെടുത്തി ശാന്തനാക്കുന്നത് ശ്രീരാമൻ എന്നുള്ള രംഗം എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും 3 സംബോധനകൾ കൊണ്ട് ലക്ഷ്മണൻ ശാന്തനാകുന്നത് കാണാം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം,
മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. ശ്രീരാമൻ്റെ ഈ ഒരൊറ്റ സംബോധന കൊണ്ട് തന്നെ ലക്ഷ്മണൻ ശാന്തനാകുന്നു. അത്ര മാസ്മരിക ശക്തിയാണ് ശ്രീരാമൻ്റെ വാക്കുകൾക്ക് എന്ന് കാണിക്കുകയാണ്. ഇതുപോലെ അനേക സന്ദർഭങ്ങളുണ്ട്. ഇതാണ് ശ്രീരാമനെ ഒരു ഉത്തമ പുരുഷനായിട്ട്, മര്യാദാ പുരുഷോത്തമനായിട്ട്, ആദർശ പുരുഷനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കുന്നു. ഇനി ആത്മീയ തലത്തിൽ ആത്മികം, അധ്യാത്മം എന്ന തലത്തിൽ ശ്രീരാമനെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലുള്ളിൽ ശ്രീരാമദേവനെ നീ. ഇത് ആ വാമദേവ മുനി അയോധ്യാനിവാസികൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികടോ. ഇതാണ് ശ്രീരാമസ്വാമി ഹനുമാന് കൊടുക്കുന്ന ഉപദേശത്തിൽ പറയുന്നത്. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ആ ഉപനിഷത്ത് തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവിടെ ശ്രീരാമൻ്റെ ആത്മീയമായ ഭാവത്തെ അവതരിപ്പിക്കുന്നത്. ഇനി ദൈവിക ഭാവത്തിലാണെങ്കിലോ അധിദൈവം എന്ന ഭാവത്തിൽ ശ്രീരാമനെ അവതരിപ്പിക്കുന്നത് അതും വാമദേവ മുനിയുടെ ഉപദേശത്തിലാണ് വരുന്നത്. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, താമരസാക്ഷനാമാദിനാരായണൻ, ലക്ഷ്മണനായത് അനന്തൻ, ജനകജാലക്ഷ്മി ഭഗവതി ലോകമായാപരാം, ഭക്തജനാനാം ഭജനാർത്ഥമായി വന്ന ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ. ആദ്യൻ അജൻ പരമാത്മാ പരാപരൻ, വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ, നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ, രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നത് ഇന്നതിൽ കാരണം മന്ധരയല്ല, കൈകേയിയല്ല, ആരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. അങ്ങനെ ദുഃഖിക്കുന്ന അയോധ്യാവാസികളെ വാമദേവ മുനി തത്വോപദേശം കൊണ്ട് സമാശ്വസിപ്പിക്കുന്ന രംഗമാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ എത്ര സന്ദർഭങ്ങളാണ് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനെല്ലാം ഉപരി പ്രായോഗിക തലത്തിൽ നിത്യജീവിതത്തിൽ നമുക്കെല്ലാം സുഭാഷിത രൂപത്തിൽ നല്ല സതുപദേശങ്ങൾ നൽകുന്ന രാമായണ വാക്യങ്ങൾ എത്രയാണ് എന്നുള്ളത് നമുക്ക് കുറേ കാലം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എങ്ങനെ സ്ഫുരിക്കും. അപ്പോൾ രാമായണ മാസം അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ചിന്താശകലങ്ങളാണ്. ദുർജന സർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ, കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. തുഞ്ചത്താചാര്യൻ തന്നെ നമുക്ക് തരുന്ന ഉപദേശമാണ് കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. അതുകൊണ്ട് ദുർജനങ്ങളുമായിട്ട് സംഘത്തിലേർപ്പെടരുത് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ രത്നാകരൻ്റെ കുടുംബം ഉപദേശിച്ചതായിട്ട് മഹർഷിമാരോട് വന്ന് രത്നാകരൻ പറയുന്നുണ്ടല്ലോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഏത് സന്ദർഭത്തിലും നമുക്ക് സ്വീകാര്യമായ ചില വാക്കുകളാണ്, ഉപദേശങ്ങളാണ്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ഹനുമാൻ സുഗ്രീവന് കൊടുക്കുന്ന ഉപദേശമാണ്. അതുപോലെ തന്നെ വിഭീഷണൻ രാവണനോട് പറയുന്നുണ്ട്, ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കിലില്ലെന്നു നിർണയം. അതുപോലെ തന്നെ കുംഭകർണൻ തന്നെ രാവണനോട് പറയുന്ന ഉപദേശം, നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞ് ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നല്ലതാ അവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞ് ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. എത്ര മനോഹരമായ പദപ്രയോഗമാണ്. ആ തത്വം നമ്മളിലേക്ക് ആവിഷ്കരിക്കാൻ, ആ തത്വം നമ്മളിലേക്ക് സംവേശിപ്പിക്കാൻ
നമ്മുടെ എല്ലാം സ്മൃതിപഥത്തിൽ എളുപ്പത്തിൽ നിൽക്കാവുന്ന തരത്തിൽ തത്വങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന അനേകം രംഗങ്ങളുണ്ട് രാമായണത്തിൽ. അതുകൊണ്ട് എല്ലാ തരത്തിലും സമ്പൂർണമായ സമ്പുഷ്ടമായ ഒരു പുരാണമാണ്. വേദാന്തപരമായിട്ടാണെങ്കിലും ഈശ്വരീയമായ പുരാണം എന്നുള്ള നിലയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ സന്മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് തരുന്ന ഉപദേശങ്ങൾ, സന്ദർഭങ്ങൾ എന്ന് വേണ്ട എല്ലാം കൊണ്ടും സമ്പൂർണമായ ആ രാമായണത്തിൻ്റെ ഒരു അനുഷ്ഠാന ക്രമമാണ് നമ്മളിപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ കാലത്തും തുടർന്നും അനുസ്മരിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം.